ഗൾഫ് രാജ്യത്ത് കാത്തിരിക്കുന്നത് വമ്പൻ തൊഴിലവസരം. മാസശമ്പളം 7 ലക്ഷം രൂപ. ഒരു ടെക് സ്ഥാപനത്തിലോ നിക്ഷേപ ബാങ്കിലോ അല്ല, മറിച്ച് ഒരു വീട് കൈകാര്യം ചെയ്യുന്നതിലൂടെ പ്രതിമാസം 7 ലക്ഷം രൂപ സമ്പാദിക്കുന്നതിനാണ് അവസരം. വെറും സങ്കല്പമല്ല, അത്തരമൊരു തൊഴിലവസരമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് ആസ്ഥാനമായുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് ഇത്തരമൊരു ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രതിമാസം 30,000 ദിർഹം, ഏകദേശം 7 ലക്ഷം രൂപയാണ് ശമ്പളം. അതായത് പ്രതിവർഷം ഏകദേശം 83 ലക്ഷം രൂപ ലഭിക്കും. നികുതിയുമില്ല. പാർട്ട് ടൈം ജോലിയല്ല. കോടീശ്വരന്മാരായ ക്ലയന്റുകൾക്ക് വീട്ടുജോലിക്കാരെ നൽകുന്ന പ്രശസ്ത ഏജൻസിയായ റോയൽ മെയ്സൺ ആണ് ഇത് പോസ്റ്റ് ചെയ്തത്. ഹൗസ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, ബജറ്റുകൾ കൈകാര്യം ചെയ്യുക, വീടിന്റെ അറ്റകുറ്റപ്പണികൾ ഏകോപിപ്പിക്കുക, ദൈനംദിന ഗാർഹിക പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ജോലി. 2013 റോയൽ മെയ്സൺ ആരംഭിച്ചത്. രാജകുടുംബങ്ങളും ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളുമൊക്കെയാണ് ഇവരുടെ കസ്റ്റമേഴ്സ്. മുഴുവൻ സമയ ഹൗസ് മാനേജർ. തങ്ങളുടെ ടീമിൽ ചേരാൻ മുഴുവൻ സമയ ഹൗസ് മാനേജർമാരെ തേടുന്നു. പ്രതിമാസം 30,000 ദിർഹം ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു. ഹൗസ് മാനേജർ എന്ന നിലയിൽ ദൈനംദിന ഗാർഹിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണമെന്നാണ് റോയൽ മെയ്സണിന്റെ ഇൻസ്റ്റഗ്രാമിൽ പറയുന്നത്. പോസ്റ്റ് അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഒമാനിൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററുകളിൽ പ്രവാസികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു. വിദേശികൾക്ക് ഇനി ഈ മേഖലയിൽ പരമാവധി 6% മാത്രമായിരിക്കും തൊഴിലവസരമെന്ന് TRA അധികൃതർ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവിൽ പറയുന്നു. നിലവിൽ നിശ്ചിത സ്വദേശിവൽക്കരണം പാലിക്കാത്ത കമ്പനികൾക്ക് അത് നടപ്പാക്കുന്നതിനായി 8 മാസത്തെ ഗ്രേഡ് പീരീഡ് അനുവദിക്കും. ഈ കാലയളവിൽ നടപ്പിൽ വരുത്തുന്ന ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പദ്ധതി സമർപ്പിക്കണമെന്നും TRA അത് അവലോകനം ചെയ്ത് അംഗീകാരം നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രതിമാസ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും വേണം. ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖല കൈകാര്യം ചെയ്യുന്നതിൽ സ്വദേശി തൊഴിലാളികളുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നടപടിയെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞു. ഈ രംഗത്ത് പഠനം പൂർത്തിയാക്കുന്ന സ്വദേശികൾക്ക് പരിശീലനം നൽകി തൊഴിലവസരങ്ങളിലേക്ക് പ്രാപ്തരാക്കുന്നതിനും അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിന്റെ വ്യാവസായിക വാണിജ്യ ബന്ധം ശക്തമാക്കാനും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുവാനും ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം ഏറെ ഗുണം ചെയ്തു വരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. UAE-യിൽ മാത്രമല്ല, ലോകമെമ്പാടും പൈലറ്റുമാർക്കുള്ള ആവശ്യകതയും ഏറുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ആരംഭിച്ചത് വ്യോമയാന മേഖലയ്ക്കും അനുബന്ധ മേഖലകൾക്കും നൽകിയ ഉണർവ് വലുതാണെന്ന് UAE-യിലെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ട്രെയിനിംഗ് അക്കാദമി ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ അബ്ദുള്ള അൽ ഹമദി പറയുന്നു. ആഗോളതലത്തിൽ പൈലറ്റുമാർക്കായുള്ള ആവശ്യകത ഇനിയും വർദ്ധിക്കും. വ്യോമ ഗതാഗതം എന്നത് ഏറ്റവും വേഗത്തിൽ വളരുന്ന തൊഴിൽ വിപണികളിലൊന്നാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും വ്യത്യസ്ത തൊഴിൽ മേഖല ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യ മേഖലയാണിത്. കരിയർ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ ഏറെയുള്ള തൊഴിൽ മേഖലയാണിതെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.